ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അവ്വലു മൻ യദ്ഖുലുൽ ജന്നത അത്താദിറുസ് സ്വദൂഖ്. ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത് സത്യസന്ധരായ കച്ചവടക്കാരായിരിക്കും. കച്ചവടം വലിയ ബറക്കത്തുള്ള ഒരു ഏർപ്പാടാണ്. ഇത് സത്യസന്ധമായും നല്ല നിലയ്ക്ക് ദീനനുസരിച്ച് ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നത് അത്തരത്തിലുള്ള കച്ചവടക്കാരായിരിക്കും. അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ ആദ്യം സ്വർഗത്തിൽ കിടക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നല്ലൊരു കച്ചവടക്കാരനായിരുന്നു. ഇതുപോലെ തന്നെ നരകത്തിലേക്ക് കടക്കുന്നതും കച്ചവടക്കാർ തന്നെയായിരിക്കും. അത്തുജാറു യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജാറ. കച്ചവടക്കാരെ തമ്മാടികളോടൊപ്പം നാളെ നരകത്തിലേക്കും അല്ലാഹു തആല കൊണ്ടുവരപ്പെടും. കച്ചവടം എന്നുള്ള വളരെ സൂക്ഷ്മത വേണ്ട ഒരു ഏർപ്പാടാണ്. വിശ്വാസങ്ങൾ പറയുന്നുണ്ട്, യാ മാശറത്ത് തുജാർ, കച്ചവടക്കാരെ ഇന്നക്കും വല്ലൈത്തും അംറ, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് വലിയൊരു കാര്യമാണ്, വലിയൊരു ഉത്തരവാദിത്തമാണ്. മുൻഗാമികളായ ആളുകൾ നശിച്ചു പോയതും ഈ കച്ചവടത്തിന്റെ പേരിലാണ്. കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും വെട്ടിപ്പും തട്ടിപ്പും നടത്തിയതിന്റെ പേരിലാണ് പൂർവിക സമൂഹങ്ങൾ നശിച്ചു പോയത്. വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങളിൽ സത്യസന്ധത പാലിച്ചാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇല്ലെങ്കിൽ ഈ കച്ചവടം തന്നെ നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഏതൊരു കച്ചവടവും ബറക്കത്തുള്ളതാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, അള്ളാഹു മനുഷ്യന് കൊടുക്കുന്ന റിസ്കിന്റെ 10-9 കച്ചവടത്തിലാണ്, 10-1 കന്നുകാലി വളർത്തുന്നതിലുമാണ്. 9 റിസ്കിന്റെ വിഹിതവും അള്ളാഹു വച്ചിരിക്കുന്നത് കച്ചവടത്തിലാണ്. വലിയ മനുഷ്യന്റെ റിസ്കിന്റെ വലിയൊരു ഭാഗവും കച്ചവടത്തിലൂടെയാണ് മനുഷ്യന് ലഭിക്കാനുള്ളത്. കച്ചവടങ്ങൾ ഏതും നല്ലതാണ്. ഏറ്റവും നല്ല കച്ചവടമായി എണ്ണി പറഞ്ഞത് തുണിക്കച്ചവടമാണ്. രണ്ടാമത് അത്തർ കച്ചവടമാണ്. കാരണം അത്തർ കച്ചവടം ചെയ്യുന്നവനും തുണിക്കച്ചവടം അവനവന് മനുഷ്യരെ സൗന്ദര്യവന്മാരാക്കി നടത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധപൂഷി നടക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ സമൂഹത്തിൽ ആകർഷിക്കപ്പെടുന്നത്. അവന്റെ വ്യക്തിത്വം നിലനിൽക്കുന്നതും അത് മുഖേനയാണ്. അതുകൊണ്ടാണ് അത് ഏറ്റവും നല്ല കച്ചവടമായി നമ്മൾ പരിചയപ്പെടുത്തപ്പെട്ടത്. തന്നെയല്ല, ഈ ഉമ്മത്തിലെ ഏറ്റവും ഉന്നതനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതും തുണിക്കച്ചവടമായിരുന്നു. അദ്ദേഹം തുണിക്കച്ചവടക്കാരനായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഏതൊരു കച്ചവടം ബറക്കത്തുള്ളതാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ സ്വർഗത്തിൽ പോലും കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ രീതിയിൽ അല്ലാഹു തആല അനുമതി കൊടുക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് കച്ചവടക്കാർ ശ്രദ്ധിക്കുക. കച്ചവടം സ്വർഗത്തിലെത്തിക്കുന്ന കച്ചവടമാക്കി തീർക്കുക. സത്യസന്ധമായിരിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ